കേരള സർവകലാശാലയിൽ വിവാദം അവസാനിക്കുന്നില്ല. ഇപ്പോൾ പന്ത് ഗവർണറുടെ കോർട്ടിലാണ്. ഗവർണറും വിസിയും ചേർന്നുള്ള സഖ്യമാണ് ഇനി തീരുമാനം എടുക്കുക. അതിനാൽ തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനം റദ്ദാക്കപ്പെടുവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കേരള സർവകലാശാലയിൽ സംഭവിക്കാൻ പോകുന്നു. വൈസ് ചാൻസലർ കോടതിയെ സമീപിച്ച് തന്റെ തീരുമാനം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങും എന്ന കാര്യവും വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ട്രെൻഡ്സിൽ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും വിലപിടിച്ച പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ജോസ് കെ മാണി എന്തെങ്കിലും മറിച്ചൊരു തീരുമാനം എടുക്കുമോ എന്നുള്ള ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള വ്യക്തമായ സൂചനകളില്ല. പക്ഷേ ഇടതു മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോസ് കെ മാണി. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കുവാനുള്ള തന്ത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് മലയോര കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് ജോസ് കെ മാണി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിക്ക് മുന്നിൽ ചില വഴങ്ങലുകൾ CPM നടത്തും എന്ന് തന്നെയാണ് സൂചന. കാരണം മറുവശത്ത് UDF ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും വേണ്ടി വല വീശി കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം, LDFൽ ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുവാൻ താൽപരനല്ല എന്നുള്ളതാണ്. അദ്ദേഹം കടുത്തുരുത്തിയാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ കടുത്തുരുത്തി മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി കൊണ്ടിരിക്കുകയാണ്. കടുത്തുരുത്തിയിലെ 11 പഞ്ചായത്തുകളിൽ മിക്ക പഞ്ചായത്തുകളിലും ഇതിനകം തന്നെ കുടുംബ സംഗമങ്ങൾ നടത്തിക്കഴിഞ്ഞു, മണ്ഡലം കൺവെൻഷനുകൾ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ പാലാ വിട്ട് കടുത്തുരുത്തിയിലേക്ക് ജോസ് കെ മാണി വരുമ്പോൾ കേരള കോൺഗ്രസിലെ 2 പ്രമുഖർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കടുത്തുരുത്തി വേദിയാകാൻ പോവുകയാണ് ജോസ് കെ മാണിയും മോൻസ് ജോസഫും.